കാലിയുടെ പേര് പറഞ്ഞ് നീ രക്ഷപ്പെട്ടു. ഇന്ന് ഈ തരികയുടെ പരിപാടിയൊന്നും നടക്കില്ല. നീയും കാലിയും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് ഞങ്ങൾ അറിഞ്ഞു. മര്യാദയ്ക്കൊന്ന് വണ്ടേ കയറി. എന്താ നീ ആലോചിക്കുന്നേ? നീ ആരുടെ പേരാ ആലോചിച്ച്? ആരുടെ പേര് പറഞ്ഞാലും അണ്ണന്റെ ഇന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. വാ, വന്ന് വണ്ടി കയറ്. സമയം കളയാ, വന്ന് കേറ്. അണ്ണാ, എന്താടാ കാലി? എടാ, കാലി എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? കാലി അവളും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് അന്ന് പറഞ്ഞല്ലേ. പിന്നെന്തിനാ ഇവൻ ഇവിടെ പറയാ വരുന്നത്? നമസ്കാരം അണ്ണാ. പ്രശ്നം ഒന്നുമില്ലണ്ണ. പെങ്ങളിങ്ങനെ വരുമായിരുന്നു. അപ്പൊ ഞാൻ പറയായിരുന്നു ഇവിടെ റൗഡികളുടെ ശല്യമുള്ള സ്ഥലമല്ലേ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാന്ന് പറയായിരുന്നു. അപ്പോഴത്തേക്കും അണ്ണൻ വന്ന്. എന്നാ പോക്കട്ടെ. വീട്ടിലേക്കാണോ? കേറിയിരിക്കും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇത് കണ്ടിട്ടാണോ ചിരിച്ചത്? ഒരു മാരേജ് ഫംഗ്ഷൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാ. വാ, കേറിക്കോളൂ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇനിയെങ്കിലും കുറച്ച് നേരത്തെ വീട്ടിൽ വരാൻ നോക്ക്. പെട്രോൾ തീർന്നവനെ വഴി പമ്പിലെത്താനുള്ള പോലും ഉണ്ടാവില്ല. ഇവിടെ പെട്രോൾ ഇരിക്കണ്ടോ? അയ്യോ, എന്റെ വീട്ടില് പെട്രോൾ ഒന്നുമില്ല. അല്ല, മണ്ണെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല. ഐശ്വര്യ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളും. ഐശ്വര്യയോ? എന്റെ വണ്ടിയുടെ പേരാ. ശരി, ഞാൻ എടുത്തു തരാം. അകത്തേക്ക് വാ. ആയിക്കോട്ടെ, ഇരുന്നോളൂ. വേണ്ട, കുഴപ്പമില്ല, ഇരുന്നോളൂ. അല്ല, അതൊന്നും സാരമില്ല. കോഫിയാണോ അതോ ചായയാണോ? ഇല്ല, മണ്ണെണ്ണ തന്നാ ഞാൻ പോയേക്കാം. കാറിന് വേണ്ടിയല്ല ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ കാര്യം. വീട്ടിൽ ആദ്യമായിട്ട് വന്നതല്ലേ, ഞാൻ എടുക്കാം. എന്ത് വന്നാലും ഞാൻ കുടിച്ചോളാം. എന്നാ അവിടെ ഇരുന്നോളൂ. അതൊന്നുമില്ല, അത് അന്ന് പൊട്ടിയതല്ല. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാം. രാവിലെ തന്നെ കംപ്ലൈന്റ് കൊടുത്തതാ. എല്ലായിടത്തും അന്വേഷിച്ചായിരുന്നു. അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചതാ. എവിടെയൊക്കെയാണോ സാധാരണ പോകാൻ സാധ്യതയുള്ളത് അവിടെയൊക്കെ അന്വേഷിച്ചതാ. ഒരിടത്തുനിന്നും കണ്ടെത്താൻ പറ്റിയില്ല. എന്ത് ചെയ്യുമെന്നും അറിയാൻ പാടില്ല. എന്താ മാമ, എന്ത് പറ്റി? കാലിയെ രാവിലെ എഴുന്നേപ്പിക്കുന്ന കഴുതെ കാണാനില്ലടാ. കഴുതെ കാണാതെ പോയാ? എന്താണ് ഇങ്ങനെ എല്ലാരും മായം പൊളിച്ചോണ്ടിരിക്കുന്ന? പോയി അന്വേഷിക്കണേ, അല്ലെങ്കിൽ ദിവസവും രാവിലെ വെറുതെ ഇങ്ങനെ അടി വാങ്ങിക്കേണ്ടി വരും. ഒക്കെ പോയി അന്വേഷിക്കുക. പെൺകുട്ടികൾ ഇങ്ങനെ അടി വാങ്ങുന്നത് നല്ലതല്ല. മക്കള് പോയി അന്വേഷിക്കേ. മാമ, ഞാനും കുറച്ച് നാളുകൊണ്ട് ശ്രദ്ധിക്കുകയാണ്. വല്ലാത്തൊരു ഭാവമാറ്റം. നീ ലൈനടിച്ച് അങ്ങോട്ടെങ്കിലും പോയതാണോ? ഞാനും അത് തന്നെയാണ് ആലോചിച്ചിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ അതിന് തുണയായിട്ടൊരു ആൺകഴുത മേടിച്ചു കൊടുക്കാൻ. നീ അത് കേട്ടോ? കഴുതിയാന്ന് പറഞ്ഞാൽ എത്ര കാലം ഒറ്റയ്ക്ക് മാമ ഇരിക്കുമ്പോ വേറെന്തിനും ഒരു കഴുത? ഇത്രയും നാള് കഴുത വാങ്ങിച്ചോണ്ടിരിക്കുന്ന അടി ഇനി നമ്മൾ വാങ്ങിച്ചോണ്ടിരിക്കണം. കാലിയുണ്ടോ ഇവിടെ? ഉണ്ട്. അവൻ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റില്ല. പുള്ളി ഒന്ന് വിളിക്കാവോ? എഴുന്നേപ്പിക്കാനോ? എന്നാലേ കുറച്ച് വിഷം അങ്ങനെ തിന്ന് ചാവാലോ. എന്തിനിങ്ങനെ പേടിക്കുന്നേ? ഞാൻ പോയി വിളിക്കാം. അവന്റെ കയ്യിൽ നിന്ന് കിട്ടാതെ മോക്ക് ഉറക്കം വരൂലേ? അങ്ങനെയൊന്നല്ല, അന്ന് വീട്ടിലെ ഫർണിച്ചറൊക്കെ നശിപ്പിച്ചില്ലേ, അത് നന്നാക്കാൻ ആള് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളറിയാതെ ഇതൊക്കെ അവൻ ചെയ്തിരിക്കുന്നത്. കാലിക്ക് അടിക്കാനല്ലേ അറിയത്തുള്ളൂ, സഹായിക്കാൻ അറിയത്തില്ല. ശരി, എന്നാ ഞാൻ തന്നെ പോയി വിളിച്ചോളാം. അയ്യോ മോട്, ഇപ്പൊ അവിടെ നടക്കാൻ പോണ കൂത്ത് എന്താണെന്ന് നമുക്ക് കാണാം. കാലി, ഏയ്, നടുവിനിട്ട് ചവിട്ടി കിട്ടിയാ പോലും തിരികെ കിടന്നുറങ്ങും. അപ്പോഴാണ് കാലിയെ നടന്ന് വിളിക്കണത്. ഇതിലൊന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ തന്നെ എഴുന്നേപ്പിക്കണ്ടേ? ആരത്? എന്തിനാ താങ്ക്സ്? അത് കാർപ്പൻറ്റർ വന്ന് എല്ലാം റിപ്പയർ ചെയ്തിട്ട് പോയി. അതിനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാ ഞാൻ. എന്നാ ഞാൻ വരട്ടെ?
നേരത്തെ എഴുന്നേറ്റല്ലോ. എന്റെ മാമ ഇന്ന് എഴുന്നേറ്റപ്പോഴേ ഐശ്വര്യമുള്ള അവളുടെ മുഖം ഞാൻ അതുകൊണ്ടെന്ന് പ്രയോജനം ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. എന്താ അത്? ആ പെണ്ണിന്റെ തിരുമോന്ത കണ്ടപ്പോഴേ നമ്മളെ തങ്കപ്പെട്ട കഴുത ഓടിപ്പോയി. കഴുത ഓടിപ്പോയതിനും ഈ പെണ്ണിന്റെ മുഖമായിട്ട് യാതൊരു ബന്ധമില്ല. അവൻ കഴുതയുടെ കാര്യം മറന്നുപോയിട്ട് നമ്മുടെ ഭാഗ്യം. ഞാൻ മറന്നാലും നിങ്ങൾ മറക്കാൻ പാടില്ല. നാളെ നേരം വെളുക്കുമ്പോ കഴുത ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ കട്ടിലെടുത്ത് അത്ര നോക്ക്. മറന്നിട്ടില്ല, പണി നമുക്ക് തന്നെ തിരിച്ചു കിട്ടി. എന്തിനാണ് സേട്ട് ഇങ്ങോട്ട് വരുന്നത്? ഞാനറിയാതെ എല്ലാം കൊണ്ടുപോയി പണം വെച്ചോ? ആ വരൂ വരൂ വരൂ, ഇരിക്കും. പിന്നെ എന്താണ് ഈ വഴിക്കൊക്കെ? ഒന്നുമില്ല കാളി, അടുത്ത മാസം എന്റെ മോളുടെ കല്യാണം, നിനക്ക് കോൺട്രാക്ട് തരാൻ വന്നതാ. ഡേയ്, സേട്ടിനെ പെട്ടെന്ന് കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവാ. അതെ, സേട്ട് ഒരു കാര്യത്തിലും ടെൻഷൻ ആവണ്ട. ഷാമിയാന, പന്തലും ലൈറ്റിന്റെ സെറ്റപ്പും സൗണ്ടും അടിച്ച് പൊളിക്കണം. അത് തന്നെ. അതെല്ലാം ഞാൻ വേറെ ആൾക്ക് കൊടുത്തു. നീ വെറും ട്യൂബ് ലൈറ്റ് മാത്രം ഇട്ടാ കൂൾ മതി. ഡ്രിങ്ക്സ് ക്യാൻസൽ, ഒരു കാലി സോഡ കൊണ്ടുവാ. എത്ര ലൈറ്റ് വേണം? അത് കലി 1 കിലോമീറ്റർ ദൂരത്തില് 2 സൈഡിലും ലൈറ്റ് ഇടണം. രാത്രിയില് നല്ല പകല് പോലെ ഇരിക്കണം. ഇന്നാ അഡ്വാൻസ് 10,000 രൂപ വെച്ചു. ബാക്കി ജോലി കഴിഞ്ഞിട്ട് ആ വാങ്ങിച്ചു. കാലി സോഡ ക്യാൻസൽ ചെയ്തിട്ട് നല്ല ചിൽഡ് ബിയർ എടുത്തിട്ട് വാ. ഏയ് നോക്ക്, എനിക്കതൊന്നും വേണ്ട. വർക്ക് നല്ല അടിപൊളിയായിരിക്കണം. ഓക്കെ, നമ്മൾ വരാം. എന്താടാ ഇത്? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. മുമ്പ് 100-200 കൊണ്ടു തന്നിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് ഇത്രയും പണം? ഇത് ആര് തന്നു മോനെ? ഇന്ന് കാലത്തെ ഐശ്വര്യമുള്ളൊരു പെങ്കുച്ചിന്റെ മുഖമേ കണ്ടത്. അതിനുശേഷം ആ സേട്ട് വന്നത് എനിക്ക് ഈ ഓർഡർ തന്നത്. പുള്ളിക്കാരൻ തന്ന അഡ്വാൻസ് ചെയ്ത്. നീ പറയുന്ന പോലത്തെ പെണ്ണ് ഈ നാട്ടിൽ എവിടെയാടാ? അതമാ സിനിമയിലെ കോറസ് ഒക്കെ പാടുന്ന പെണ്ണില്ലേ, ജ്യോതി. ഓ, ആ കുട്ടിയാണോ? നീ ശരിയാടാ പറഞ്ഞേ. ആ കുട്ടിയെ കാണുമ്പോ ശരിക്കും മഹാലക്ഷ്മി പോലെയുണ്ട്. ദിവസവും ആ പെണ്ണിന്റെ മുഖം തന്നെ കണി കാണാൻ പറ്റി എന്താവോ? എല്ലാ ദിവസവും ആ കുട്ടിയെ കണ്ടോണ്ടിരിക്കാൻ ആ കുട്ടിയെന്ന് നിന്റെ ഭാര്യ എങ്ങനാണോ? ഏയ്, കാലി എഴുന്നേറ്റ്. ഇന്നും തന്റെ മുഖം തന്നെ കണി കാണാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ലട്ടോ. ഇന്നലെ കൂടി എന്റെ അമ്മ ദിവസവും കണി കാണാൻ നിന്റെ ഭാര്യയാണോടാ കുട്ടിയെന്ന് ചോദിച്ചത്. അമ്മയുടെ നാക്ക് പൊന്നായിട്ട് ഭവിച്ചിരുന്നെങ്കിൽ എന്ത് നന്നായനല്ലേ. ഇനിയിപ്പം ജീവിതത്തിൽ ഹെൽമെറ്റ് വീരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ ഗതികേട് നോക്കണേ. ആ കഴുത എവിടെ പോയി കണ്ടുപിടിക്കാനാ? ഒടുങ്ങിയത് തന്നെ. പറയ് ജ്യോതി, നീ സമ്മതാണെന്ന് ഒരു വാക്ക് പറഞ്ഞ അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നമ്മുടെ കല്യാണം നടക്കും. ഇതുകൊണ്ടാ അപ്പോഴേ പറഞ്ഞത് പെൺകഴുത വേണ്ടെന്ന്. കല്യാണം കഴിഞ്ഞാ പിന്നെ ഫസ്റ്റ് നൈറ്റ് എവിടെ വെച്ചോണെന്ന് നീ തന്നെ പറ. കാശ്മീര അതോ സിംലയോ? ഹണിമൂൺ റോട്ടിൽ വെച്ച് നടത്താം. അതാ നല്ലത്. നിന്നിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയൂ? നിന്റെ ശബ്ദം. കഴുതയുടെ ശബ്ദം ഇഷ്ടമാണെന്ന് പറയുന്ന ഒരേ ഒരാൾ ഇവൻ മാത്രമേ കാണുള്ളൂ ഈ ഭൂമിയിൽ. ഇതുവരെ നീ എത്രയോ പാട്ടുകൾ പാടിയിരിക്കുന്നു. എന്നാൽ ഇന്ന് എനിക്ക് വേണ്ടി ഒരു പാട്ട് പാട് ജ്യോതി. പാട് ജ്യോതി, പാട് ജ്യോതി, പാട് ജ്യോതി, പാട് പ്ലീസ്. വെടിവെച്ചാൽ പോലും എഴുന്നേക്കാത്ത നീ രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ഉമ്മയും കൊടുത്തോണ്ടിരിക്കുന്നതിന്റെ കാര്യം എന്താണാവോ? ഞാൻ ആ പെങ്കൊച്ചാന്ന് വരിച്ച സംസാരിച്ചേ. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റായിട്ട് ആ പെണ്ണിന്റെ അടുത്ത് പറഞ്ഞാൽ പറയും, കഴുതയുടെ അടുത്ത് എന്തിനാ പറയുന്നത്? അത് എങ്ങനെയാ അവളോട് നേരിട്ട് പറയുന്ന അറിയാത്തോണ്ടല്ലേ? ഓ, വെരി സിമ്പിൾ. നമ്മൾ രണ്ടുപേരും കൂടെ ഫുള്ളാ വെള്ളം അടിച്ചിട്ട് ആ പെണ്ണിന്റെ വീട്ടിലോട്ട് പോകും. എന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ചിട്ട് ചേർത്ത് നിർത്തിയിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ട് മാറ്റർ ഓവർ. ഓട്ടിച്ചിട്ട് വാ തുറന്ന് ഇതുപോലുള്ള ചെളി മാത്രം വരൂ. വളയ്ക്കാനുള്ള ഐഡിയ ചോദിച്ചപ്പോ തൊലയ്ക്കാനുള്ള ഐഡിയ. കാലി, ആ പെണ്ണെങ്ങനെയാണോ നിന്റെ മനസ്സിൽ ഇടം പിടിച്ചത് അതുപോലെ നീ ആ പെണ്ണിന്റെ മനസ്സിൽ ഇടം പിടിക്കണം. അതിന് വേണ്ടി എന്താണെന്ന് ചെയ്യും. സൂപ്പർ ഐഡിയ ആണല്ലോ. ഒരു സിംഹത്തെ പോലെ ഈ നാട് കൂടെ പറപ്പിച്ചുകൊണ്ട് നടന്നവൻ ഇപ്പൊ എന്തെല്ലാം ചീള് വേലകളെ ചെയ്തോണ്ടിരിക്കുന്നു. ഇപ്പൊ ഒന്ന് കണ്ണൂർ നോക്കൂ. എങ്ങനെയുണ്ട് സംഭവം? കളറല്ലേ? ഒത്തിരി നന്നായിട്ടുണ്ട്. ഇതാണോ നല്ലതെന്ന് പറഞ്ഞേ? കോഴി ചകഞ്ഞ പോലെ കുറെ കളർ മാറിയിട്ടുണ്ട്. ഇതിനാണ് കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞെന്ന് പറയുന്നത്. ഇയാൾ എടാ, ഒന്ന് മിണ്ടാതിരിക്കടാ. എത്ര ഭംഗിയായിട്ടാടാ വരച്ചിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു കലാബോധം വേണോടാ. നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ എന്ത് ചെയ്താലും കേമോ. ആന്റി, കോലം നന്നായിട്ടുണ്ടല്ലോ. കോലം ഞാൻ വരച്ചതല്ല മോളെ, എന്റെ മോൻ വരച്ചതാ. അമ്മയ്ക്ക് വയ്യാത്തതല്ലേന്ന് പറഞ്ഞ് എന്നെ ഇരുത്തി അവനാ ഇതെല്ലാം ചെയ്ത്. നാണവാ. ഒരുപാട് ഓറാക്കല്ലേ മോനെ, മുള്ളിപ്പോവും ചിലപ്പോ. എന്തിനാ അങ്ങളെ കളിയാക്കുന്നേ? ശരിക്കും നന്നായിട്ടുണ്ട്. നല്ല മോഡേൺ ആർട്ട് പോലെ തന്നെയുണ്ട്.
ഇവര് രണ്ടുപേരും എപ്പോഴും എങ്ങനെയാ മോളെ. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, കാപ്പി കുടിച്ചിട്ട് പോവാം. ഞാൻ വേറൊരു ദിവസം വരാം ആന്റി. സോങ് റെക്കോർഡിങ്ങിന് ടൈമായി. റെക്കോർഡിംഗ് അതെ അങ്കിൾ. ഒരു ചെറിയ ഉപകാരം ചെയ്യാവോ മോളെ? എന്താ? നാട്ടുകാരെ മുഴുവൻ പാട്ട് കേൾപ്പിക്കുന്ന ഇവന് ആ പാട്ട് എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതെന്ന് കാണാൻ ആഗ്രഹമുണ്ട്. ഇവൻ ഈ നാട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന മാന്യത അംഗീകാരം ഒന്നും ആ സ്റ്റുഡിയോയിൽ വാച്ച് കൊടുക്കല. എത്ര പ്രാവശ്യം ചെന്നാലും കഴുത്തെ പിടിച്ച് പുറത്തു കണ്ടു. ആ പെങ്കൊച്ചിന്റെ മുന്നിൽ വെച്ച് എന്നെ ഇങ്ങനെ അപമാനിക്കില്ലേ അമ്മവാ? ഇതൊക്കെ നിനക്ക് വേണ്ടിയല്ലേ? ആണോ? ഈ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് അധികം സംസാരിക്കാൻ പറ്റിയല്ല. നീ കൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും. ഓക്കേടാ. കൊണ്ടുപോകുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഡ്രസ്സില് ഈ ഡ്രസ്സിന്റെ കാര്യമാണോ പറഞ്ഞേ? താൻ പറഞ്ഞ പോലെ ഞാൻ ഈ ഡ്രസ് ഇടാൻ പോകുന്നില്ല. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ്. എന്റെ ഡ്രസ്സിംഗ് എന്റെ കുട്ടിയുടെ കിളി പോകും. ഇത് കഴിച്ചു കളയുവാണോ? ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കായിരുന്നു. കാലി ഇത്രയും സന്തോഷായിട്ടിരിക്കുന്നത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാതിരിക്കുന്നതാണല്ലോ അവന്റെ ജോലി തന്നെ. എങ്ങനെയുണ്ട് സംഭവം? പേടിച്ചില്ലല്ലേ? എന്റെ മോനെ ആരും കണ്ണു വെക്കാതിരുന്നാ മതി. ഇത് കൂട്ടുകൊണ്ട് അവനെ സൂക്ഷിച്ചു കൊണ്ടോടെ നാട്ടിൽ ഇഷ്ടംപോലെ പട്ടിയുണ്ട്.